എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ്. അതല്ലാതെ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. വെറുതെ കാണാതെ പഠിച്ചു വെക്കല്, കൺസെപ്റ്റ് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ്, അതിന്റെ പാർട്ട് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വോയിസ് കോയിൽ ഉണ്ട്, ഡയഫ്രം ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, സ്ലിപ്പ് റിങ്സ് ഉണ്ട്. നമുക്കറിയാം അല്ലേ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ പാർട്സുകൾ ഏതൊക്കെയാണ്? വോയിസ് കോയിൽ വരുന്നുണ്ട്, ഡയഫ്രം ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ്. ഇത് മൂന്നും എന്താണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ പാർട്സുകളാണ്. അതിലല്ലാതിരിക്കുന്ന ഏതാണ്? സ്ലിപ്പ് റിങ് അല്ലേ. സ്ലിപ്പ് റിങ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ ഒരു ഭാഗമല്ല. Then second question, two magnets and a current carrying conductor AB are placed on the top of a table are shown in the figure. കണ്ടല്ലോ, ഈ ചിത്രം കണ്ടല്ലോ. രണ്ട് മാഗ്നറ്റും അതുപോലെ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ അല്ലേ, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു കണ്ടക്ടറാണ് AB എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ കറന്റ് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ ടു മൂവ് ഇറ്റ് ഇൻ എ ഡയറക്ഷൻ അപ്വേർഡ്സ് ഫ്രം ദ ടേബിൾ. അതായത് ഈ ചാലകം എന്ന് വെച്ചാൽ കണ്ടക്ടർ AB അല്ലേ. ഈ AB എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കണ്ടക്ടർ മേശപ്പുറത്ത് നിന്ന് മുകളിലേക്ക് ചലിക്കണം അല്ലേ. മേശമേളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മേശയുടെ മുകളിൽ ഇരിക്കുന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ കണ്ടക്ടർ മേശയുടെ മുകളിലേക്ക് ചലിക്കണമെങ്കിൽ ചാലകത്തിലൂടെ ഏത് ദിശയിലായിരിക്കണം കറന്റ് ഫ്ലോ ചെയ്യേണ്ടത്? മനസ്സിലായല്ലോ? ദാ രണ്ട് മാഗ്നറ്റ് ഉണ്ട്, അതിന്റെ പോൾസുകൾ നോക്കിയേ, ദാ നോർത്ത് സൗത്ത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്കറിയാം, ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. ദെൻ പിന്നെ എന്താണ് ചോദിച്ചിരുന്നത്? കണ്ടക്ടർ മുകളിലേക്ക് ചലിക്കണം അല്ലേ. അപ്പം നമ്മളിവിടെ ഏത് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചൂണ്ടുവിരൽ ഇല്ലേ, ചൂണ്ടുവിരൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ കാണിക്കണം. അതുപോലെ നടുവിരൽ എങ്ങനെയാണ്? നടുവിരൽ കറന്റ് ഡയറക്ഷൻ ആണ് കാണിക്കേണ്ടത്. ദെൻ അപ്പോൾ തമ്പ് എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പം തമ്പ് മുകളിലോട്ട് വരണം അല്ലേ. അതായത് ഈ കണ്ടക്ടർ മുകളിലോട്ടാണ് ചലിക്കണം. മേശപ്പുറത്തിരിക്കുകയാണ്. അപ്പം മേശപ്പുറത്തിരിക്കുന്ന കണ്ടക്ടർ മുകളിലോട്ട് ചലിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ്? നിങ്ങൾ കൈ വെച്ച് നോക്കോട്ടോ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒരു ഈ രീതിയിൽ പോവും. ദെൻ കറണ്ട് അപ്പം എങ്ങനെയായിരിക്കണം? തമ്പ് മുകളിലോട്ട് ചലിക്കണമെങ്കിൽ കറണ്ട് ഡയറക്ഷൻ A to B ആയിരിക്കണം. കൈ വെച്ച് നോക്കുക. കറണ്ട് ഡയറക്ഷൻ A to B ആയിരിക്കുമ്പോഴാണ് തമ്പ് മുകളിലോട്ടായിരിക്കുന്നത്, അതായത് കണ്ടക്ടർ മുകളിലോട്ട് ചലിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം എങ്ങനെയായിരിക്കും കറണ്ട് ഡയറക്ഷൻ? എങ്ങനെയാണ്? ഫ്രം അല്ലേ, എങ്ങനെ പറയാം? ഫ്രം A to B കേട്ടോ. A to B ആണ്. വിച്ച് റൂൾ ഹെൽപ്സ് യു ഫൈൻഡ് ദ ആൻസർ? ഏത് റൂളാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചത്? ഏതാണ്? ഫ്ലെമിങ്സ് ഇല്ലേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കേട്ടോ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ഇനി റൈറ്റ് എനി ടു ഡിവൈസസ് വിച്ച് വർക്ക്സ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ ഇല്ലേ. ഈ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് ഡിവൈസുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? മോട്ടർ ഇല്ലേ, മോട്ടർ ഉണ്ട്. പിന്നെ ഏത് പറയാം? മോട്ടർ ഉണ്ട്. പിന്നെ ലൗഡ് സ്പീക്കർ ഇല്ലേ, മോട്ടർ, ലൗഡ് സ്പീക്കർ ഇല്ലേ. ഇതൊക്കെ എന്താണ്? ഈ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ തന്നെയാണല്ലോ ഇല്ലേ. അതിൽ വർക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പം ഈ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന രണ്ട് ഡിവൈസുകളാണ് മോട്ടറും അതുപോലെ തന്നെ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A transformer without power loss works at an input of 250 volt. A current of 1 ampere flows through the secondary coil when an electrical device of power 50 watt is connected to the secondary. അതായത് പവർ നഷ്ടമില്ലാതെ ഒരു ട്രാൻസ്ഫോമർ എത്രയാണ്? 250 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് അതായത് പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 250 വോൾട്ടാണ്. അതിൻ്റെ സെക്കൻഡറിയിൽ 50 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം പ്രവർത്തിക്കുമ്പോൾ സെക്കൻഡറി കോയിലുടെ 1 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. മനസ്സിലായല്ലോ? അവിടെ ഉപയോഗിച്ചത് ഏത് തരം ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ? കാൽക്കുലേറ്റ് ദ കറന്റ് ത്രൂ ദ പ്രൈമറി. മനസ്സിലായല്ലോ? അപ്പം ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം ഇല്ലേ. ഇൻപുട്ടിലെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതായത് VP തന്നിട്ടുണ്ട്. VP എത്രയാണ്? 250 വോൾട്ട് ആണ്. പിന്നെന്താണ്? സെക്കൻഡറിയിലൂടെ പോകുന്ന കറണ്ട് അല്ലേ. സെക്കൻഡറിയിലത്തെ കറണ്ട് തന്നിട്ടുണ്ട്, IS ആണ് തന്നിരിക്കുന്നത്. IS എത്രയാണ്? 1 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞ്.
പിന്നെ എന്താണ് പവർ ഇല്ലേ, സെക്കൻഡറിയിലെ പവർ തന്നിട്ടുണ്ട്. അതായത് PS എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 50 വാട്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പവർ നഷ്ടമില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, പ്രൈമറിയിലത്തെ പവറും സെക്കൻഡറിയിലത്തെ പവറും എങ്ങനെയായിരിക്കും, ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ്, ഇത് ഏതുതരം ട്രാൻസ്ഫോമർ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. അപ്പം ഏതുതരം ട്രാൻസ്ഫോമർ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്, പ്രൈമറിയിലത്തെ കറണ്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. കാരണം ഇവിടെ തന്നിട്ടുണ്ട് സെക്കൻഡറിയിലത്തെ കറണ്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പവറും തന്നിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് പ്രൈമറിയിലത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ മേലെ ഇല്ലേ. നമുക്കറിയാം പ്രൈമറിയിലത്തെ പവർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, PP ഈസ് ഈക്വൽ ടു VP ഇൻറ്റു IP എന്ന് എഴുതാം അല്ലെ. VP ഇൻറ്റു IP എന്ന് എഴുതാം. ഇവിടെ VP എന്ന് തന്നിട്ടുണ്ട്, പ്രൈമറിയിലത്തെ പവർ നമുക്കറിയാം. അപ്പൊ നമുക്ക് IP കണ്ടുപിടിക്കാമല്ലോ. അതായത് IP ഈസ് ഈക്വൽ ടു എത്ര വരും, P പവർ ഇൻ പ്രൈമറി ഡിവൈഡ് ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി വരും. അപ്പോൾ പവർ ഇൻ പ്രൈമറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50 ആണ്. 50 ഡിവൈഡ് ബൈ വോൾട്ടേജ് എത്രയാണ്, 250 വരും ഇല്ലേ. അപ്പോൾ അത് എത്ര ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ആൻസർ എത്ര വരും, 0.2 ആംപിയർ എന്ന് വരും. അതായത് പ്രൈമറിയിലത്തെ അല്ലേ, പ്രൈമറിയിലത്തെ കറണ്ട് എങ്ങനെയാണ്, 0.2 ആംപിയർ എന്ന് വന്നിട്ട് വരും. അതിവിടെ കാണാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രൈമറിയിലത്തെ കറണ്ട് എത്രയും ചോദിച്ചിട്ടുണ്ട്. സി പാർട്ടായിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ. പക്ഷെ ആദ്യമേ ചോദിച്ചിരുന്നത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണെന്നല്ലേ ചോദിച്ചിരുന്നത്. ഇതവിടെ നോക്കുക, സെക്കൻഡറിയിലത്തെ കറണ്ട് 1 ആംപിയർ ആണ്, പ്രൈമറിയിലത്തെ കറണ്ട് എങ്ങനെയാണ്, 0.2 ആംപിയർ ആണ്. അതായത് പ്രൈമറിയിലത്തെ കറണ്ട് എങ്ങനെയാണ്, കുറവാണ് അല്ലേ, പ്രൈമറിയിലത്തെ കറണ്ട് കുറവാണ്. അപ്പം ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും അത്, പ്രൈമറിയിലത്തെ കറണ്ട് കുറവാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും കേട്ടോ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും അല്ലേ. സെക്കൻഡറിയിലാണ് കറണ്ട് കൂടുതൽ, സെക്കൻഡറിയിൽ കറണ്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ആണ്. അല്ലെങ്കിൽ പ്രൈമറിയിൽ കറണ്ട് കുറവാകുവാണെങ്കിൽ ഏതാണ്, അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. മനസ്സിലായല്ലോ. ദെൻ വാട്ട് ഇസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ, ഏതാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കേട്ടോ. ട്രാൻസ്ഫോമറിന്റെ കേസിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. പിന്നെ പ്രൈമറിയിലെ കറണ്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. How long does an electrical device of power 500 work to consume 1 unit of electrical energy? അതായത് ഒരു വൈദ്യുതോപകരണത്തിന്റെ പവർ 500 വാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എത്ര സമയം പ്രവർത്തിക്കുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യോർജ്ജം ഉപയോഗിക്കുക, ഇത് എത്ര സമയം പ്രവർത്തിക്കുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യോർജ്ജം അവിടെ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുമാത്രം എനർജി അവിടെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ തന്നിട്ടുണ്ട് ഇല്ല. നമുക്കറിയാം എനർജി കൺസപ്ഷൻ ഇക്വേഷൻ ഏതാണ്, എനർജി കൺസപ്ഷൻ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ എനർജി കൺസപ്ഷന്റെ ഇക്വേഷൻ ഏതാണ്, പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഇല്ലേ, ഡിവൈഡഡ് ബൈ 1000 നമുക്കറിയാം. അപ്പം 1 യൂണിറ്റ് എനർജിയാണ് അവിടെ തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്, പവർ 500 ആണ് അല്ലേ, പവർ 500 വാട്ടാണ്. ദെൻ എനർജി എന്ന് പറഞ്ഞാൽ 1 ഇല്ലേ, 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടൈം കണ്ടുപിടിക്കാമല്ലോ. അപ്പം ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എനർജി അല്ലേ, എനർജി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ പവർ ചെയ്ത് വെച്ചാൽ മതി. എനർജി എത്രയാണ്, 1 യൂണിറ്റ് ആണ്, ഇൻറ്റു 1000 ഡിവൈഡ് ബൈ പവർ എത്രയാണ്, 500 വന്നു. അപ്പോൾ എത്ര വരും, 2 എന്ന് വരും. അതായത് 2 അവർ അല്ലേ, ടൈം അവറിലല്ല. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ എത്ര വരും, 2 അവർ എന്ന് വരും അല്ലേ, 2 മണിക്കൂർ. അപ്പോൾ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് എന്താണ് 1 യൂണിറ്റ് വൈദ്യോർജ്ജം അവിടെ ഉപയോഗിക്കുന്നത്. 500 വാട്ട് പവറുള്ള ഉപകരണം 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ 1 യൂണിറ്റ് വൈദ്യോർജ്ജം അവിടെ കൺസ്യൂം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ കണ്ടക്ടിംഗ് വയർ ഓഫ് AB ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ ലൂപ്പ്. ദ 2 ends ഓഫ് ദിസ് വയർ ആർ കണക്റ്റഡ് ടു എ ബാറ്ററി. കണ്ടോ, ഒരു കണ്ടക്ടിംഗ് വയർ ആണ് AB, അതൊരു ലൂപ്പ് പോലെ ആക്കിയിരിക്കുകയാണ്. ദെൻ അതിന്റെ 2 എൻഡും എങ്ങനെയാണ് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. What is the direction of the magnetic field formed around the conductor at points A and B when the switch is turned on? അതായത് സ്വിച്ച് ഇവിടെ ഓൺ ആക്കി കഴിയുമ്പോൾ എയും ബിയും ആ 2 ഭാഗത്തും എന്താണ്, ആ കണ്ടക്ടർ ഉണ്ടല്ലോ എൻ്റെ ആ ചാലകത്തിൻ്റെ A എന്ന് പറയുന്ന ഭാഗത്തും B എന്ന് പറയുന്ന ഭാഗത്തും അതിൻ്റെ ചുറ്റിനും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ കറണ്ട് ഫ്ലോ എങ്ങനെയാണെന്നാ നോക്കി, ഇങ്ങനെ പോയിട്ട് അതിലും വഴി പോസിറ്റീവ് ഇതാണ്. അപ്പോൾ ഇതാ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ പോയിന്റിൽ വരുമ്പോൾ ഇങ്ങോട്ടാണ്, ഈ പോയിന്റിൽ വരുമ്പോൾ ഇങ്ങോട്ടുമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള റൂളുകൾ അല്ലേ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഡയറക്ഷൻ അല്ലേ, കറണ്ട് ഡയറക്ഷനിൽ നമ്മൾ പിടിക്കുകയാണ്. അപ്പോൾ കറണ്ട് ഇതാ നോക്കിയാൽ മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിരലുകൾ എങ്ങനെയായിരിക്കും, നമ്മൾ കൈ പിടിച്ച് നോക്കട്ടെ, കറണ്ട് മുകളിലോട്ട് പോകുമ്പോൾ ബാക്കി വിരലുകൾ എങ്ങനെയായിരിക്കും, ഉള്ളിലേക്കായിരിക്കും, ഇതാ ഉള്ളിലേക്കായിരിക്കും അല്ലേ. ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അല്ലേ.
ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വേറൊരു രീതിയിലും പഠിച്ചിട്ടുണ്ടാണ്. അതായത് വൈദ്യുതിയുടെ ദിശ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ കാന്തികമണ്ഡല ദിശ കോയിലിൻ്റെ ഉള്ളിലേക്കായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ തമ്പ് റൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ ഈ ഏന്ന് ഭാഗത്ത് മുകളിലോട്ടല്ലേ കാരണം, അപ്പോൾ ബാക്കി വിരലുകൾ എങ്ങനെയായിരിക്കും? ഉള്ളിലേക്കായിരിക്കും, ഇൻവേർഡ് ആയിട്ടായിരിക്കും, ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് കറങ്ങി ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പം എയിൽ എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കേട്ടോ. എയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി ബിയിൽ വരുമ്പോൾ എങ്ങനെയാണ്? കൈ താഴോട്ടല്ലേ വെക്കുന്നത്, ബിയിൽ വരുമ്പോൾ താഴോട്ട് വരും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇതാ നോക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും പോകുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ബിയിൽ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കേട്ടോ. ബിയിൽ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ അല്ലാതെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ട് അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി എക്സ്പ്ലെയിൻ ഹൗ വിൽ യു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വെൻ കറന്റ് പാസസ് ത്രൂ ദ കണ്ടക്ടിംഗ് ലൂപ്പ്. ചാലക വലയത്തിൽ വൈദ്യുതി കടന്നു പോകുന്ന കാന്തികമണ്ഡലത്തിന്റെ ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കുക. ഇല്ല, നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? വലയത്തിൽ വൈദ്യുതിയുടെ ദിശ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ, വൈദ്യുതിയുടെ ദിശ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ കാന്തികമണ്ഡലത്തിന്റെ ദിശ എങ്ങനെയായിരിക്കും? കോയിലിന്റെ ഉള്ളിലേക്കായിരിക്കും അല്ലേ? കോയിലിന്റെ ഉള്ളിലേക്കായിരിക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ. ഇത് കണ്ടില്ലേ, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം തന്നെ നോക്കി, ഇത് ഇങ്ങോട്ടല്ലേ പോകുന്നത് അല്ലേ? ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്? അത് എന്താണ്? ഇങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? അതിൻ്റെ ദിശ കോയിലിൻ്റെ ഉള്ളിലേക്കായിരിക്കും. അത് വലതു കൈ പെരുവിരൽ നിയമം, അതായത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എയിൽ ആൻറ്റി ക്ലോക്ക് ആണ്, ബിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഇൻ ദ കണ്ടക്ടർ ലൂപ്പ് ഈസ് ക്ലോക്ക് വൈസ്, ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ടു ദ കോയിൽ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമ്മൾ കൈ വെച്ച് തന്നെ നോക്കുക കേട്ടോ നിങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ സോൾഡറിംഗ് അയൺ ഓഫ് റെസിസ്റ്റൻസ് 1250 ohm വർക്ക്സ് വിത്ത് എ സപ്ലൈ 200 volt. Find the power of the soldering iron. Calculate the amount of heat energy produced in 10 seconds. ഒരു സോൾഡറിംഗ് അയൺ ആണ്, അതിൻ്റെ ഹീറ്റിംഗ് കോയിൽ ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1250 ആണ്. അത് വർക്ക് ചെയ്യുന്ന 200 വോൾട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, ആ സോൾഡറിംഗ് അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1250 ohm ആണ്. ദെൻ വോൾട്ടേജ് തന്നിട്ടുണ്ട് 200 volt ആണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സമയം ഇല്ലേ, ടി തന്നിട്ടുണ്ട് 10 സെക്കൻഡും ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? പവറും കണ്ടുപിടിക്കാനുണ്ട്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഹീറ്റും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ പവർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പവറിൻ്റെ ഇക്വേഷൻ ആണ് P is equal to V²/R അല്ലേ? ആ ഇക്വേഷൻ ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു V² എന്ന് പറയുമ്പോൾ 200 × 200 ഡിവൈഡ് ബൈ R എത്രയാണ്? 1250 ആണ്. അതായത് ക്യാൻസൽ ചെയ്ത് പോവും. 125 ഞാൻ 25 കൊണ്ട് വരും, അപ്പോൾ 5 ഇവിടെ വരും, ഇവിടെ 8 വരും കേട്ടോ. ദെൻ 5ഉം 20 കൂടെ പോവും, 4 വരും. അപ്പോൾ എത്ര വരും? 4 32, 32 വാട്ട് അല്ലേ? പവർ എത്ര കിട്ടി? 32 വാട്ട് എന്ന് കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബി പാർട്ട് എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അല്ല. അപ്പം H ഈസ് ഈക്വൽ ടു പവറും ഉണ്ട്, സമയം ഉണ്ടല്ലോ. അപ്പോൾ H ഈസ് ഈക്വൽ ടു P × T. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. പവർ നമുക്ക് ഇവിടെ കിട്ടി 32 ആണ്, സമയം 10 ആണ്. അപ്പോൾ എത്ര വരും? 320 അല്ലേ? 320 ജൂൾ എന്ന് വരും എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫോളോയിങ് സ്കീമാറ്റിക് ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അത് നോക്കിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതാണ്? റിങ്ങുകൾ നോക്കുക അല്ലേ? ഏതാണ്? സ്പ്ലിറ്റ് റിംഗ് ആണല്ലേ? അപ്പം ഏതാണ്? ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്താണ്? ഏത് ഡിവൈസ് ആണെന്ന് നമുക്കറിയാം ഇല്ലേ? ഇത് DC ജനറേറ്റർ ആണെന്ന് കാണുമ്പോഴേ അറിയാം ഇല്ലേ? നമ്മൾ DC ജനറേറ്റർ ആണ്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ സിമ്പിളാണ് കൊടുത്തിരുന്നത്, ബൾബോ അങ്ങനെ എന്തോ ആണ് ഇവിടെ കൊടുത്തിരുന്നത്. അപ്പം DC ജനറേറ്റർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ മോട്ടറിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ സപ്ലൈ കൊടുത്തിരിക്കും കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്തോണം. മോട്ടർ ആവുകയാണെന്നുണ്ടെങ്കിലും സ്പ്ലിറ്റ് റിംഗ് ആണ്, പക്ഷേ എന്താണ് ഇവിടെ സപ്ലൈ കൊടുത്തിരിക്കും. ഇവിടെ നോക്കി, ഇതിങ്ങനെ ആരോ മാർക്കാണ് ചെയ്യുന്നത്, ഒന്നുകിൽ ഗാൽവനോമീറ്റർ ആവാം, അല്ലെങ്കിൽ എന്താണ് ബൾബ് ആവാം കേട്ടോ. അപ്പോൾ ഓർത്താണ് ഇത് ഏതാണ്? DC ജനറേറ്റർ ആണ്. നെയിം ദ ഡിവൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കേട്ടോ. ഇതേതാണ്? DC ജനറേറ്റർ. മനസ്സിലാക്കുക കേട്ടോ. മോട്ടറിന്റെ കേസിലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഒരു ബാറ്ററി കാണിക്കും കേട്ടോ, ബാറ്ററി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ആരോ മാർക്കാണെങ്കിൽ അത് ഗാൽവനോമീറ്റർ ആണ്, അല്ലെങ്കിൽ ബൾബിന്റെ സിമ്പിൾ ആയിരിക്കും. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ജനറേറ്റർ ആണ്. അപ്പോൾ ഇതേതാണ്? DC ജനറേറ്റർ ആണ്. സ്പ്ലിറ്റ് റിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് DC ജനറേറ്റർ ആണ്.
വിച്ച് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദിസ് ഡിവൈസ്. ഇതിന്റെ മെയിൻ പാർട്സുകൾ ഏതൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ് അല്ലേ, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. പിന്നെ എന്താണ്? ആർമേച്ചർ അല്ലേ, ആർമേച്ചർ ഉണ്ട്. പിന്നെ ഏതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള പാർട്ട് ഏതാണ് വരുന്നത്? സ്പ്ലിറ്റ് റിംഗ് ആണ് അല്ലേ, സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? ബ്രഷസും കേട്ടോ, സ്പ്ലിറ്റ് റിംഗ് ആൻഡ് ബ്രഷസ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ സ്പ്ലിറ്റ് റിംഗ് ആണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. Illustrate the graphic representation of the output when the field magnet is rotated by keeping the armature stationary. നോക്കൂ കേട്ടോ, കീപ്പിംഗ് ദ ആർമേച്ചർ സ്റ്റേഷനറി ആക്കിക്കൊണ്ട് ഫീൽഡ് കാന്തം കറക്കുമ്പോൾ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർമേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇല്ലേ. അപ്പോൾ ആർമേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഉണ്ടാകുന്നത്? AC അല്ലേ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ, AC ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, തെറ്റിക്കാനുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ DC ജനറേറ്റർ ആകുമ്പം എല്ലാവരും ആദ്യം എഴുതി വെക്കും DC ആണെന്ന് എഴുതി വെക്കും. പക്ഷേ ഓർക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ആർമേച്ചർ ഇവിടെ സ്റ്റേഷനറി ആക്കി വെച്ചിരിക്കുകയാണ്. ഫീൽഡ് മാഗ്നറ്റ് ആണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്? AC ആണ് ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം AC-യുടെ ഗ്രാഫ് വേണം നിങ്ങളവിടെ വരയ്ക്കാൻ. ഓക്കെ ആണല്ലോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. DC ജനറേറ്റർ ആണ്, AC-യുടെ ഗ്രാഫും വരയ്ക്കുക കേട്ടോ. എക്സസൈസിലെ ടൈമാണ്, YS വോൾട്ടേജ് കേട്ടോ, അത് വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോങ് സൈഡ്നെസ് ക്യാൻ ബി റെക്ടിഫൈഡ് യൂസിങ് കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ. ദീർഘദൃഷ്ടി പരിഹരിക്കുന്ന അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നതാണോ? ലോങ് സൈഡ്നെസ്സിന് കോൺകേവ് ആണോ? കോൺവെക്സ് അല്ലേ. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നിയർ പോയിന്റ് ഓഫ് എ പേഴ്സൺ വിത്ത് ലോങ് സൈഡ്നെസ് ഈസ് മോർ ദാൻ 25 സെന്റിമീറ്റർ. അതായത് ദീർഘദൃഷ്ടിയുള്ള ലോങ് സൈഡ്നെസ് ഉള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. അതെന്താണ്? അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫാർ പോയിന്റ് ഓഫ് എ പേഴ്സൺ വിത്ത് നിയർ സൈഡ്നെസ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. അതായത് ഹ്രസ്വദൃഷ്ടിയുള്ള നേത്രങ്ങളുടെ ഫാർ പോയിന്റ് അനന്തതയിലായിരിക്കും. ആണോ? അല്ല, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഷോർട്ട് സൈഡ്നെസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ. ഷോർട്ട് സൈഡ്നെസ് എങ്ങനെയാണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണോ? അല്ല, അപ്പോൾ അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്? സെക്കൻഡ് ആണ് കേട്ടോ. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി കറന്റ് ഓഫ് എ ട്രാൻസ്ഫോമേഴ്സ് ആർ 2 ആംപിയർ ആൻഡ് 4 ആംപിയർ റെസ്പെക്റ്റീവ്ലി. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദിസ് ട്രാൻസ്ഫോമർ ഈസ് 100 വോൾട്ട്. ഐഡന്റിഫൈ ദ ട്രാൻസ്ഫോമർ, കാൽക്കുലേറ്റ് ദ പ്രൈമറി വോൾട്ടേജ് ഓഫ് ദി ട്രാൻസ്ഫോമർ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. പ്രൈമറിയും സെക്കൻഡറി കറണ്ട് തന്നിട്ടുണ്ടല്ലേ. അതായത് പ്രൈമറി കറണ്ട് IP എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആംപിയർ ആണ്. സെക്കൻഡറി കറണ്ട് IS എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആംപിയർ ആണ്. അതുപോലെ തന്നെ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ്, സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 100 വോൾട്ട് ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ നോക്കുക, കറണ്ടുകൾ തന്നിട്ടില്ല. പ്രൈമറിയിലത്തെ സെക്കൻഡറിയിലും കറണ്ട് തന്നിട്ടുണ്ട്. ഏതാണ്? എവിടെയാണ് കൂടുതൽ? സെക്കൻഡറിയിലാണ് കറണ്ട് കൂടുതൽ ഇല്ലേ. പ്രൈമറിയിൽ കറണ്ട് കുറവാണ്. അപ്പോൾ അത് ഏത് ട്രാൻസ്ഫോമർ ആണ്? ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് കേട്ടോ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് കേട്ടോ. പ്രൈമറിയിലും സെക്കൻഡറിയിലും കറണ്ട് വെച്ചിട്ടാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസിൽ സെക്കൻഡറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. ഇനി അടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ പ്രൈമറി വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോമർ അല്ലേ. പ്രൈമറി വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പ്രൈമറിയിലത്തെയും സെക്കൻഡറിയിലത്തെയും കറണ്ട് ആണ് തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് VS/VP ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ വരും? കറണ്ട് കേസിൽ IP/IS വരും അല്ലേ. IP/IS ആണ് വരുന്നത്. ഇതാ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് IP ഈസ് ഈക്വൽ ടു VS/IS. അത് നമുക്ക് VP ആണ് കണ്ടുപിടിക്കാനുള്ളത്. VP ഈസ് ഈക്വൽ ടു VS/IS ഡിവൈഡഡ് ബൈ IP അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു VS എത്രയാണ്? 100 ആണ് തന്നിട്ടുണ്ട്. IS എത്രയാണ്? 4 ആണ്. ഡിവൈഡ് ബൈ IP എന്ന് വെച്ചാൽ 2 ആണ്. ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 200 വോൾട്ട് അല്ലേ. പ്രൈമറിയിലത്തെ വോൾട്ടേജ് എത്രയാണ്? 200 ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡറിയിലത്തെ 100 വന്നു. നമ്മൾ ഓൾറെഡി കണ്ടു, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്ന് കണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ കണ്ടക്ടർ AB വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് എ U-ഷേപ്ഡ് മാഗ്നറ്റ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇത് കണ്ടല്ലോ,
ഒരു മാഗ്നറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, യു ഷേപ്പിലുള്ള മാഗ്നറ്റ് ആണ്. ദെൻ അതിൻ്റെ ഇടയിലായിട്ട് എന്താണ് AB എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ഇതാ കറണ്ട് കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ വിച്ച് ഡയറക്ഷൻ ദ കണ്ടക്ടർ ഡിഫ്ലെക്സ് വെൻ ദ സർക്യൂട്ട് ഈസ് സ്വിച്ച്ഡ് ഓൺ. സർക്യൂട്ട് സ്വിച്ച്ഡ് ഓൺ ആയി കഴിയുമ്പോൾ ഈ കണ്ടക്ടർ AB ഉണ്ടല്ലോ, കണ്ടക്ടർ എങ്ങോട്ടായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ദിശയിലായിരിക്കും അത് ചലിക്കുന്നത്? നോക്കാം അല്ലേ. ഇവിടെ ഏതാണ് റൂളാണ് ഉപയോഗിക്കുന്നത്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, ഉത്തരം കണ്ടെത്താൻ സഹായിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ലോ സ്റ്റേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാ നോക്കിയാൽ കറണ്ട് ഡയറക്ഷൻ നോക്കിയാൽ പോസിറ്റീവ് ഇതാണ് അല്ലേ. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്, അതായത് B/A ആണ് കറണ്ട് ഡയറക്ഷൻ അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? നോർത്ത് ടു സൗത്ത് ആണ്. കൈ വെച്ച് നോക്കുക കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. ദെൻ കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? B/A ആണ് കേട്ടോ. നിങ്ങൾ കൈ വെച്ച് നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നോർത്ത് ടു സൗത്ത് ആണ് കറണ്ട് പോകുന്നത് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ചൂണ്ടുവിരൽ മേലോട്ട് വരും. കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? കറണ്ട് ഡയറക്ഷൻ നമ്മുടെ ഇങ്ങോട്ടാണ് വരുന്നത്, B/A ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ തള്ളവിരൽ എങ്ങോട്ടായിരിക്കും? അത് ലെഫ്റ്റിലേക്കായിരിക്കും, അതായത് ഉള്ളിലേക്കായിരിക്കും. ഈ കണ്ടക്ടർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഇൻവേർഡ്, ഉള്ളിലേക്കായിരിക്കും. അതായത് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ. P-യിലേക്കാണെന്ന് കണ്ടല്ലേ, PQR. അപ്പം എങ്ങനെയാണ് നമുക്ക് പറയാം? Q to P എന്ന് പറയാം, ക്യൂവിൽ നിന്ന് P-യിലേക്ക് എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇവിടെ ഇത് തന്നിരിക്കുന്ന ഡയറക്ഷൻ എഴുതാൻ വേണ്ടിയാണ് കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇൻവേർഡ് എന്ന് പറയാം ഇല്ലേ, ഇൻവേർഡ് എന്ന് പറയാം, അതായത് ഉള്ളിലേക്ക്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്രം കേട്ടോ, ഫ്രം Q2, ക്യൂവിൽ നിന്നും P-യിലേക്ക് എന്ന് പറയാം അല്ലേ. ഫ്രം ക്യൂവിൽ നിന്നും P-യിലേക്ക് പറയാം, അല്ലെങ്കിൽ ഇൻവേർഡ് ആണ്. ഏതാണ്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അത് സ്റ്റേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ക്യൂവിൽ നിന്നും P-യിലേക്കാണ് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. അത് എഴുതുക. അപ്പോൾ ഓക്കെ ആണല്ലോ. ഒരു 10 ക്വസ്റ്റ്യൻ ആണ്. 10 ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഒരു രീതി മാത്രം പഠിച്ചാൽ പോരാ. ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാമെന്ന ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എങ്കിലേ ഉള്ളൂ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ച് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക. ആദ്യമേ എഴുതിയെടുക്കുക, എന്നിട്ട് തന്നെ ചെയ്ത് നോക്കുക. അതൊരു എക്സ്പീരിയൻസും കൂടെ ആവും. ഒരു പ്രാവശ്യം പഠിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ആവും തന്നെ ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ. വെറുതെ കണ്ടു പോകല്, കാണാതെ പഠിച്ചല്ലെങ്കിൽ വെറുതെ കണ്ട് എനിക്കറിയാമെന്നുള്ള ഭാവത്തിൽ പോകല്. എഴുതിയെടുക്കുക, തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാവർക്കും ഉപകാരമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്